പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശും കിരണും നമ്മുടെ DNA ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. DNA ടെസ്റ്റിൽ അബിയുടെ പേര് കണ്ട സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും. കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ചന്തുമോളുടെ യഥാർത്ഥ അച്ഛൻ ആരാണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവർ വളരെയധികം സമാധാനത്തിലും സന്തോഷത്തിലുമാണ് നിൽക്കുന്നത്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശനാകെ ഒരു തെറ്റ് പറ്റിയിട്ടുള്ളൂ, അത് അബിയുടെയും ജലജാൻ്റിയുടെയും കാര്യത്തിലാണ്. അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് ഏറ്റവും വലിയ തെറ്റ് പറ്റിയത്. അല്ലെങ്കിൽ അവർ വേറെ അനാഥാലയത്തിലോ എവിടെയെങ്കിലും വളർന്നിട്ടുണ്ടെങ്കിൽ അബി ഇങ്ങനെ ഒരു തെറ്റിലേക്ക് എത്തില്ലായിരുന്നു. അവനെ വഷളാക്കിയത് ജലജാൻ്റിയാണ്. പിന്നെ മുത്തശ്ശൻ്റെ സ്വത്തുക്കളെല്ലാം അവരുടെ ഒരു സ്വപ്നം തന്നെയാണ്. അതൊക്കെ കൊണ്ടാണ് അവരിങ്ങനെ ആയത് എന്നൊക്കെ ആദർശ് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, ഇനി എന്താ നിൻ്റെ പ്ലാന് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഇത് വെച്ച് എനിക്ക് പൊളിച്ചടക്കണം, അവൻ്റെ നാടകം എത്രത്തോളം പോകുമെന്നുള്ളത് ഞാനൊന്ന് നിരീക്ഷിക്കുന്നുണ്ട്, എന്നിട്ട് വേണം എല്ലാ അർത്ഥത്തിലും പൊളിച്ചടക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആദർശ് നയനയുടെ അടുത്തോട്ട് പോവുകയാണ്. ആ സമയത്ത് ആദർശിൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷം കണ്ടിട്ട് നയന ചോദിക്കുന്നുണ്ട്, അല്ല ആദർശേട്ടാ, ഇന്ന് എന്തു പറ്റി? വളരെയധികം സന്തോഷത്തിലാണല്ലോ. ഇത്രയും സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഞാൻ ഇതുവരെ ആദർശേട്ടനെ കണ്ടിട്ടില്ലല്ലോ, എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ആ പ്രത്യേക വിശേഷം തന്നെയുണ്ട്, ഒരു സസ്പെൻസ് തന്നെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ട വെറുതെ ഓരോന്ന് പറയാണ്ട് എന്താ സസ്പെൻസ് എന്നുള്ളത് പെട്ടെന്ന് പറ, ഇങ്ങനെ താമസിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, നീ ഒന്ന് ക്ഷമിക്ക്, ഏതായാലും ഞാൻ ഇന്നൊരാളെ കള്ളത്തരൊക്കെ പൊളിച്ചടുക്കിയിരിക്കുകയാണ്, ഇനി വരാൻ പോകുന്ന കാഴ്ച നീ കാണേണ്ടത് തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശേട്ട ഒന്ന് കാര്യം പറ എന്നൊക്കെ നയന പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറ, നീ ഈ റിസൾട്ട് ഒന്ന് നോക്കിയേ എന്നൊക്കെ പറയുന്ന സമയത്ത് നയന ചോദിക്കുന്നുണ്ട്, ആഹാ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നോ? ഏതായാലും ആദർശേട്ടൻ്റെ മുഖം കണ്ടിട്ട് സന്തോഷമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിൽ പേടിക്കാനുള്ളതൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, പേടിക്കാനുള്ളത് തന്നെയാണ്, പക്ഷെ ഒരാളുടെ കള്ളത്തരം പിടികൂടിയൊരു സന്തോഷമുണ്ട്, പക്ഷെ മറ്റൊരാളുടെ കണ്ണീര് കാണേണ്ടി വരുമല്ലോ എന്നുള്ള ആ ഒരു സങ്കടവും എൻ്റെ മനസ്സിലുണ്ട് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നയന ആ ഒരു റിസൾട്ട് നോക്കുന്ന സമയത്ത് അബിയുടെ പേര് കണ്ടിട്ടാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ആര്? അബിയോ? എനിക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നു, ഞാൻ അന്ന് തന്നെ ആദർശേട്ടനോട് പറഞ്ഞിരുന്നല്ലോ, ഇനി ചേച്ചിയുടെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചിട്ടാണ് എനിക്കാകെ ടെൻഷനാവുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മുത്തശ്ശൻ അവിടേക്ക് വരുന്നത്. അങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഒരു ചർച്ച എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അത് മുത്തശ്ശ, ഞാൻ ചന്തുമോളുടെ യഥാർത്ഥ അച്ഛൻ ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. മുത്തശ്ശനോട് നേരിട്ട് പറഞ്ഞാൽ അത് മുത്തശ്ശൻ എതിർക്കുമെന്ന് കരുതിയിട്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ യഥാർത്ഥ അച്ഛൻ ആരാണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു, അത് മറ്റാരുമല്ല അബിയാണ് എന്ന് പറയുകയാണ്. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്താ നീ പറഞ്ഞത്? അബിയോ? ഇത്രയും കാലം നിന്റെ പേരിലിട്ടിട്ട് നിന്നെ കുറ്റപ്പെടുത്തി നീയാണ് അതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞിട്ട് അവനെ അത് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നല്ലേ? എനിക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നു. പിന്നെ സത്യം എന്താണ് എന്നുള്ളത് തെളിവില്ലാതെ അവനെ കുറ്റപ്പെടുത്താൻ നമുക്കാവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ആദർശം പറയുന്നുണ്ട്, എന്തായാലും മുത്തശ്ശനും എൻ്റെ നേരെ ഒരു ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത്, അത് നിന്നോടുള്ള സംശയമൊന്നുമല്ല, 3 കൊച്ചുമക്കൾ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിക്ക് ചിന്തിച്ച് പോയെന്നേ ഉള്ളൂ, അല്ലാതെ എൻ്റെ മോനെ ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ്. അങ്ങനെ നയന പറയുന്നുണ്ട്, ഏതായാലും ഇപ്പോഴാണ് സമാധാനമായത്, പക്ഷേ നവ്യേച്ചിയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്കാകെ ടെൻഷനാവുന്നുണ്ട്. ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും എന്നുള്ള ടെൻഷൻ എനിക്ക് നല്ലോണം ഉണ്ട് എന്ന് പറയുകയാണ് നയന. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും മോളിപ്പോൾ ഈ കാര്യം അവളോടൊന്നും പറയാൻ പോകണ്ട, എന്തായാലും വളരെയധികം സന്തോഷത്തിൽ കുഞ്ഞിനെയും കൂട്ടി ഇങ്ങോട്ട് തിരിച്ചെത്തിയതല്ലേ, അതിനെക്കൊണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് ഇപ്പോഴൊന്നും സംസാരിക്കാൻ പോകണ്ട എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവ്യ അവിടേക്ക് വരുന്നത്. പക്ഷെ നവ്യ വരുന്നത് കണ്ടിട്ട് പെട്ടെന്ന് അവരുടെ ആ ഒരു സംസാരം അവിടെ നിർത്തുകയാണ്. ആ സമയത്ത് നവ്യ ചിന്തിക്കുന്നുണ്ട്, ഇവരെന്തോ കാര്യമായിട്ടുള്ള സംസാരത്തിലായിരുന്നല്ലോ, ഞാൻ വരുന്നത് കണ്ടിട്ടാണല്ലോ ഇവർ സംസാരം നിർത്തിയത്. ഇത്രയ്ക്കും ആ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണ്, എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്, എന്താണ് എന്നുള്ളത് എനിക്കൊന്നും വ്യക്തമല്ലല്ലോ, എന്നോട് ആരും ഒന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നവ്യ നേരെ വന്നിട്ട് മുത്തശ്ശനോട് നയനയോടായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും കൂടെ ഒരു ചർച്ച, ഞാൻ വരുന്നത് കണ്ടിട്ടാണല്ലോ എല്ലാവരും സംസാരം നിർത്തിയത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അത് മോൾക്ക് വെറുതെ തോന്നുന്നതാണ്, നീ വരുന്നതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ ആ ഒരു ടോപ്പിനെ കുറിച്ചുള്ള സംസാരം കഴിഞ്ഞതുകൊണ്ട് മാത്രം നിർത്തിയതാണ്, അല്ലാതെ മോളെ കണ്ടിട്ട് നിർത്തിയതൊന്നുമല്ല എന്നൊക്കെ മുത്തശ്ശൻ മറുപടി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ കൂടെ എന്നിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ആരൊക്കെയോ എന്തൊക്കെയോ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, എന്തൊക്കെയോ വലിയ സംഭവം വരാനിരിക്കുന്നത് പോലെ എൻ്റെ മനസ്സ് പറയുന്നു എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്.
ആ സമയത്ത് നയന ചിന്തിക്കുന്നുണ്ട്, ചേച്ചിയുടെ മനസ്സ് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇക്കാര്യത്തെക്കുറിച്ച് ചേച്ചിയോട് ഞാൻ എങ്ങനെ പറയും എന്നുള്ള ആലോചനയിലും ടെൻഷനിലും നിൽക്കുകയാണ് നയന. നയനയുടെ മുഖം കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയോ ഉണ്ടല്ലോടി, നീ എന്താടി ഒന്നും പറയാത്തത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചേച്ചിയോട് പറ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഒന്നുമില്ല ചേച്ചി, പ്രത്യേകിച്ച് ഒന്നുമില്ല. ചന്തുമോളുടെ കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു, അല്ലാതെ വേറെ ഒന്നുമല്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് നയനയും ആദർശമൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവരെന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയും അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആദർശം നയനയും പിന്നീട് ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയത്താണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് എന്താ രണ്ടാളും കൂടെ ഒരു ചർച്ച, എന്താ ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും നടന്നോ, എന്തൊക്കെയോ കാര്യമായിട്ടുള്ള ചർച്ചയിലാണല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നയന പറയുന്നുണ്ട്, അതേ അമ്മേ, ചന്തുമോളുടെ യഥാർത്ഥ അച്ഛൻ ആരാണ് എന്നുള്ളത് ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് ദേവയാനിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു സംസാരത്തിൻ്റെ ആ ഒരു സമയത്താണ് നമ്മുടെ നവ്യ ഇവരുടെ സംസാരം ശ്രദ്ധിക്കാനായിട്ട് അങ്ങോട്ടെത്തുന്നത്. അങ്ങനെ ദേവയാനി ആ റിസൾട്ട് കണ്ടിട്ട്, ആര്, അബിയോ? DNA ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ കാണിക്കുന്നത് അബിയുടെ പേരാണല്ലോ, അപ്പോൾ ചന്തുമോളുടെ അച്ഛൻ അബിയാണോ? എന്നിട്ട് എന്തൊക്കെയാണ് അവൻ ഇവിടെ കാണിച്ചു കൂട്ടിയത്? നിന്നെ കുറ്റപ്പെടുത്തുകയാണല്ലോ, ആദർശനെ കുറ്റപ്പെടുത്തുകയായിരുന്നല്ലോ അവൻ്റെ പ്രധാനപ്പെട്ട ജോലി, അവൻ്റെ മേലേക്ക് കുറ്റം ചാർത്താനായിരുന്നല്ലോ അവൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ദേവയാനി പറയുന്നത് കേട്ടിട്ട് നവ്യ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ചന്തുമോളുടെ അച്ഛൻ അബി എന്നല്ലേ ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ടെസ്റ്റ് റിസൾട്ടാണെന്നല്ലേ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞാനിതെങ്ങനെ സഹിക്കും, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ടെൻഷൻ അടിച്ച് ആകെ തകർന്ന് നിൽക്കുകയാണ് നവ്യ. അല്ലെങ്കിലേ എനിക്ക് അബിയുടെ കാര്യത്തിൽ ഒരു സംശയം തന്നെ മുന്നേ ഉണ്ടായിരുന്നു, അതൊക്കെ സത്യമായി വരികയാണല്ലോ. ഒരു സന്തോഷം വരുമ്പോൾ എനിക്ക് മറ്റു സങ്കടം ആണല്ലോ നീ തരുന്ന ദൈവമേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ നവ്യ. ആ സമയത്ത് നയന പറയുന്നുണ്ട്, അമ്മ ഒരുപാട് ആദർശേട്ടനെ സംശയിച്ചതാണല്ലോ, പക്ഷേ അന്നൊക്കെ ഞാൻ ഉറപ്പ് തന്നിരുന്നല്ലോ ആദർശേട്ടൻ ഒരിക്കലും ഈ തെറ്റ് ചെയ്യില്ല എന്നുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനി ആദർശിനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. മോനെ, അത്തരത്തിലുള്ള സംസാരവും കാര്യമാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ മോനെ സംശയിച്ചു പോയത്. ഞാൻ വളർത്തിയ എൻ്റെ മകൻ വഴിപിഴച്ച് പോയോ എന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു മോനെ, നീ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറയുകയാണ് ദേവയാനി. അങ്ങനെ ആ ഒരു സമയത്ത് നവ്യ ഓടി വന്ന് അവരുടെ കയ്യിൽ നിന്നും ആ റിസൾട്ട് വാങ്ങിക്കുകയാണ്. അത് കണ്ടിട്ടാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് നയന. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഇത് എന്നൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട്, എന്തായാലും ഈശ്വരനായിട്ടാണ് ഈ സമയത്ത് നിങ്ങൾ പറയുന്നത് എന്നെ കേൾപ്പിക്കാനിടയായത്, അല്ലെങ്കിൽ ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് അറിയില്ലായിരുന്നല്ലോ. അവന് ഞാൻ തക്കതായിട്ടുള്ള ശിക്ഷ ഇതിന് കൊടുക്കുമെന്നൊക്കെ പറയുന്ന സമയത്ത്, ചേച്ചി ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാനൊന്നും പോകണ്ട, അബിയെ നമുക്ക് ശരിയാക്കി എടുക്കാമെന്നൊക്കെ പറയുന്ന സമയത്ത്, ഇത് ശരിയാക്കാൻ പറ്റുന്നൊരു തെറ്റാണോ അവൻ ചെയ്തത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് നവ്യ. അങ്ങനെ ആ ഒരു റിസൾട്ടും കൊണ്ട് അബിയുടെ അടുത്തേക്ക് അബി എന്ന ദേഷ്യത്തിൽ വിളിച്ചുകൊണ്ട് നമ്മുടെ നവ്യ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നവ്യ ആ റിസൾട്ട് കൊണ്ടുവന്നിട്ട് അബിയുടെ അടുത്തേക്ക് എത്തുകയാണ്. അങ്ങനെ അബിയുടെ നേരെ വന്നിട്ട് അബിയുടെ ഷർട്ടിന് പിടിച്ചിട്ട്, നീ എന്താടാ ചെയ്ത് കൂട്ടിയത്? നീ ഇത്രയ്ക്കും ഒരു വഷളനായിട്ടുള്ള ഒരാളാണ്, ഇത്രയ്ക്കും ചീപ്പാണ് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. തെറ്റുകൾ നീ ചെയ്യാറുണ്ട്, പക്ഷേ ഇത്തരത്തിലൊരു തെറ്റ് നീ ചെയ്യും എന്നുള്ളത് ഒരിക്കലും ഞാൻ കരുതിയില്ല. അന്ന് ഞാൻ ആദർശേട്ടനെ കുറ്റപ്പെടുത്തി നയനയോട് സംസാരിക്കുകയും ചെയ്തു. നീ ഇത്രയും വലിയ ഒരു തെറ്റുകാരനാണല്ലേ, നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ, കുഞ്ഞുണ്ടായിട്ട് പോലും നീ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ, നീ നാടകം കളിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ഷർട്ടിന് പിടിച്ചിട്ട് ചോദിക്കുകയാണ്. എന്നിട്ട് അബി സംസാരിക്കാൻ വരുന്ന സമയത്ത്, ഒരക്ഷരം നീ മിണ്ടിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മുഖത്ത് നല്ലൊരു അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങിക്കോണം, നിന്നെ ഈ വീട്ടിൽ നിന്നും തന്നെ ഇറക്കാനുള്ള കാര്യം ഞാൻ മുത്തശ്ശനോട് പറഞ്ഞിട്ട് ഞാൻ തീരുമാനമെടുക്കുന്നുണ്ട്. ഇനി ഒരു നിമിഷം പോലും എൻ്റെ മുന്നിൽ നിന്നെ കണ്ടുപോകരുത് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് അബി പറയുന്നുണ്ട്, ഇറങ്ങേണ്ടത് ഞാനല്ല, നീയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയാൻ നിനക്കെന്താണ് അധികാരം എന്നൊക്കെ ആ സമയത്ത് ചൂടായി സംസാരിക്കുകയാണ് അബി. എന്നിട്ട്, ഓഹോ, നിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നല്ലോ, ഇത്രയും കാലം നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അഭിനയിക്കുകയായിരുന്നല്ലേ, ഇക്കാര്യം ഞാൻ അറിയാതിരിക്കാനും നിന്നെ ഞാൻ വിശ്വസിക്കാനും വേണ്ടിയായിരുന്നല്ലേ നിൻ്റെ നാടകമെടാ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് മുത്തശ്ശനോട് പറഞ്ഞിട്ട് നിൻ്റെ കാര്യത്തിൽ നിൻ്റെ അമ്മയുടെ കാര്യത്തിലും ഒരു തീരുമാനം എടുത്തേ പറ്റുകയുള്ളൂ, അതിന് ഞാൻ ഏതറ്റവും വരെ ഞാൻ പോകും, നിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കുമെടാ എന്നൊക്കെ പറയുകയാണ് നവ്യ. അങ്ങനെ ആകെ എന്ത് ചെയ്യും എന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുകയാണ് അബി.